ഹായ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതിൽ പീലിംഗ് ഫുഡ് മാസ്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടണമെന്ന്. ഞാൻ ഉപയോഗിച്ചതിന് എൻ്റെ അനുഭവങ്ങൾ ഒരു A to Z കാര്യങ്ങളായിട്ട് ഞാനത് നിങ്ങളോട് പറയുകയാണ്. ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കുന്ന കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത്. പക്ഷേ എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ പകുതി കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അപ്പോൾ എനിക്കത് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. എന്തായാലും ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന രീതിയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഞാൻ എൻ്റെ അനുഭവം ബാക്കി ഞാൻ പറയാം. ഇതാണ് പ്രോഡക്റ്റ്. ഇതൊരു വൈറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. ഇത് പർപ്പിൾ അവൈലബിൾ ആണ്. 40 ഗ്രാം പ്രോഡക്റ്റാണ്. 300 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്. നല്ലൊരു പാക്കേജിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നോക്കിയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ടുള്ള എൻ്റെ ഒരു സ്കിന്നാണിത്. എൻ്റെ ഉപ്പൂറ്റി ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഡ്രൈനെസ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ചെറിയൊരു ഹോട്ട് വാട്ടറിലൊക്കെ ഞാൻ എൻ്റെ കാലൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പാക്കേജിങ് മാറ്റാം. ഞാൻ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ കാലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സോക്സ് എന്ന രൂപത്തിലാണ് ഇത് വരുന്നത്. ഇത് രണ്ടായിട്ട് നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കാലിലോട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ സൈഡിലൊരു ടേപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി. പക്ഷേ എനിക്കത് വർക്കായിട്ടില്ലായിരുന്നു. ഞാൻ കുറേ നേരം അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്തും ഈ ഒരു സോക്സിനകത്ത് ഒരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ കാലിലെ സ്കിന്നിനെ പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഞാനിത് ഇടുന്ന രീതിയൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. നമുക്കൊന്നും അറിയാനില്ല, വളരെ എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അപ്പോൾ തന്നെ ചെറിയ രീതിക്കൊന്ന് പുകയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഒരു 15 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു പുകച്ചിൽ അനുഭവപ്പെട്ടു. പിന്നെ നമുക്ക് ആ ഒരു ടേപ്പ് ഒട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരുന്നു. നിങ്ങളങ്ങനെ ഇടരുത്, കണ്ടില്ല എൻ്റെ കാലിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ടായ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളിത് ഒരു 2 മണിക്കൂർ ഉപയോഗിച്ച ശേഷം ഞാനിത് മാറ്റിയിട്ടുണ്ട്. മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലിന് നല്ലൊരു ഭയങ്കര തണുവാണ് കാലിന്. ഉപയോഗിച്ച് 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് എൻ്റെ സ്കിന്ന് പീൽ ഓഫ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് പെട്ടെന്നൊരു ബ്രൈറ്റ് ആയതൊണക്ക് തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി കറുത്ത രീതിയായി കഴിയുമ്പോഴത്തൊട്ടാണ് ഈ സ്കിൻ ഇങ്ങനെ പീൽ ഓഫ് ആകാൻ തുടങ്ങുന്നത്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ഇത് ചെയ്യരുത്. പക്ഷേ നമുക്കിതിങ്ങനെ ഊരി എടുക്കാൻ ഭയങ്കര ഒരു രസമാണ്. കണ്ടില്ല ഞാനിങ്ങനെ എടുക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്കത് പൊട്ടാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. പതുക്കെ നമുക്കിത് തന്നെ അതങ്ങ് അടന്നു പോകുന്ന രീതി തന്നെയാണ് ഇത് വരുന്നത്. ഇങ്ങനെ കണ്ടില്ലേ. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉപ്പൂറ്റിയിലെ സ്കിന്നൊക്കെ ഒന്ന് പൊളിയാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കാലിൻ്റെ കടയിൽ ഞാൻ ചെരുപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും പൊട്ടിയതുണ്ട്. ഈ ഒരു സൈഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് നല്ലൊരു വേദനയുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 20-ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. നമുക്കിതിനെ കൊണ്ട് വെളിയിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ. ഇനി എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് എന്തെല്ലാം ചെയ്താലും എനിക്ക് അതിനെ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്കൊരു ഡിസംബർ തൊട്ട് ഒരു ഏപ്രിൽ മാസം വരെ എനിക്ക് എൻ്റെ കാലിന് ഭയങ്കര ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ തൊലി പൊളിക്കുന്ന ഒരു ഇതാണ് എൻ്റെ ഒരു സ്കിൻ ടൈപ്പാണ്. അത് വെച്ചിട്ടാണ് ഞാനൊന്ന് കാലൊന്നും മെനയായിട്ടിരുന്നോട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഉപയോഗിച്ചത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് ഉപയോഗിക്കത്തില്ല. കാരണം എനിക്കിത് കൊണ്ട് ഭയങ്കര പുകച്ചിലാണ് കാലിന്. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്കിതൊരു 1.5-2 മണിക്കൂർ ഞാൻ വെച്ചിട്ട് എനിക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാലും കൈയും, എൻ്റെ കാലിൻ്റെ വെള്ളയും കൈയുടെ വെള്ളയും ഭയങ്കരമായിട്ട് വിയർക്കും.
ഇതൊന്ന് വിയർക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്ത് ഒരു സൊല്യൂഷൻ, ഒരു ലിക്വിഡ് പോലെ ഒരു സാധനമുണ്ട്. എനിക്ക് എൻ്റെ ഒരു വിയർപ്പും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് കൺട്രോൾ, എൻ്റെ ഒരു ഫീലിങ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണക്ക് എനിക്കൊരു വേദന, ഒരു പുകച്ചിൽ, വേദനയല്ല ഒരു പുകച്ചിൽ, വിങ്ങി കാലിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ നോക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മസാജൊക്കെ കാലിന് കൊടുത്തിട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനത് പിന്നെ എങ്ങനെയോ കടിച്ചു പിടിച്ച് ഇത് മേടിച്ചതാണല്ലോ, നിങ്ങൾക്ക് റിവ്യൂ തരണമല്ലോ, പിന്നെ എനിക്കും എൻ്റെ അനുഭവം മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കാലിൻ്റെ കളറൊന്ന് ബ്രൈറ്റനായി, പിന്നെ കുറച്ചൊന്ന് സോഫ്റ്റായി. പിന്നീട് എനിക്ക് മെയിനായിട്ട് പറയാനുണ്ടായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് കുറച്ച് ക്രാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ കോളേജിലോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൽ ഓഫീസിലൊക്കെ പോകുന്നവർ ചെരുപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാല് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് കൊണ്ട് പൊട്ടാനുള്ള സാധ്യത, എനിക്ക് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രഗ്നന്റ് ലേഡീസ് ഇത് യൂസ് ചെയ്യരുത്, നെയിൽ പോളിഷൊക്കെ കളഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുക. അതിന് ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് മാത്രം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാലൊന്ന് ചൂടുവെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു സോക്സ് യൂസ് ചെയ്യുക. ഒരു 2 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക. പിന്നെ നമുക്കൊരു 5 തൊട്ട് 7 ദിവസത്തിൻ്റെ ഇടയിലാണ് ഇത് പീൽ ഓഫ് ആകാൻ തുടങ്ങുന്നത്. ഫോഴ്സ്ഫുള്ളി പീൽ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മളിത് പതുക്കെ ഒരു ഏകദേശം 1 മാസം തൊട്ട് 1.5 മാസത്തിനിടെയാണ് നമ്മുടെ കാല് പഴയ രീതിയിൽ ആകത്തുള്ളൂ. അതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട് സോക്സ് ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമൊക്കെ യൂസ് ചെയ്ത് കാലം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഞാനിതെല്ലാം നോക്കിയിട്ടും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് പഴയ രീതിയിൽ തന്നെ ആകുകയാണ്. നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് എങ്ങും പോകാതൊക്കെ ഇരിക്കുന്നവർക്ക് ഇതുകൊണ്ട് നല്ലൊരു ഗുണം ഉണ്ടാകുമായിരിക്കും. എനിക്ക് വർക്കിനും കാര്യത്തിനും ഒക്കെ പോകേണ്ടി വരുന്നത് കൊണ്ട് ഈ കുറച്ച് നേരം നിൽക്കുന്നതൊക്കെ കൊണ്ട് പിന്നെ സ്കിന്ന് ഡ്രൈ ആകുക ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ജെനുവിൻ വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക കേട്ടോ.